ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം തിരുശേഷിപ്പ് വണക്കം. കഴിഞ്ഞ ദിവസം പാലായിൽ 1500 വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ കവറിലാക്കി വെച്ച് ആളുകൾ പോയി ആരാധിക്കുന്നു, വണങ്ങുന്നു, നേർച്ചയിടുന്നു, നേർച്ച കാഴ്ചകൾ ഒക്കെ ഇട്ട് അങ്ങനെ പോകുന്നു. പിന്നത്തെ ഇനി അടുത്ത കാലഘട്ടത്തിൽ ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു പോപ്പ് ഫ്രാൻസിസ് ഇന്ത്യ സന്ദർശനം ഉറപ്പിച്ചുവെന്നറിയാം. 89 വയസ്സായി, 27 വരുമെന്നാണ് അവർ പറയുന്നത്. അത്രയും കാലം അങ്ങനെ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. ഒരുപാട് രോഗങ്ങളുള്ള വ്യക്തിയാണ്. ജീവിച്ചിരിക്കട്ടെ, ഇന്ത്യയിൽ വരട്ടെ. പക്ഷേ അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. പോപ്പ് ഇന്ത്യയിൽ വന്നാൽ പോപ്പിൻ്റെ ഇടതും വലതും കൈയുമായിരുന്നു അതിന് 1500 മുതൽ ഉള്ള 1900 വരെയുള്ള കാലഘട്ടത്തിലെ പോർട്ടുഗൽ, സ്പെയിനും അവർക്ക് പ്രത്യേക പദവിയും അധികാരവും അവർക്ക് മെത്രാന്മാരെ വാഴിക്കാമായിരുന്നു. ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളതും ഇനി കണ്ടുപിടിക്കാനിരിക്കുന്നതുമായ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ രാജ്യങ്ങളും തെക്കും പടിഞ്ഞാറുമായിട്ട് കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഉപയോഗിച്ചിട്ട് പറഞ്ഞ് കിഴക്ക് ഭാഗം സ്പെയിൻകാർക്കും പടിഞ്ഞാറ് ഭാഗം പോർട്ടുഗീസുകാർക്കും പോപ്പ് എഴുതി കൊടുത്തു. അന്ന് പോപ്പ് സർവശക്തനായിരുന്നു. പാതിരുവാദം എന്നായിരുന്നു ആ പദവിയുടെ അധികാരത്തിൻ്റെ പേര്. അവസാനം പോപ്പിനെ വെല്ലുവിളിക്കാൻ മാത്രം അവരായി കഴിഞ്ഞ് പിന്നെ വത്തിക്കാൻ തിരുസംഘം കൊണ്ട് അതൊരിത്തിരി വലിയ ചരിത്രം, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അങ്ങനെ അധികാരം ഉണ്ടായിരുന്നപ്പോൾ ഇവർ വന്നിട്ട് 16-ാം നൂറ്റാണ്ടിൽ ഗോവ ഇവർ പിടിച്ചെടുത്തു, പോർട്ടുഗീസുകാർ. അവരുടെ പ്രധാന ലക്ഷ്യം ഈ പറഞ്ഞ സുവിശേഷ അല്ലെ ക്രിസ്തുമത പ്രചാരണം മാത്രമായിരുന്നു. ഏതായാലും അവർ അവിടെ ഈ ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിച്ച ആളെ ലിസ്ബണിൽ നിന്ന് ചക്രവർത്തിനി പറഞ്ഞു, അവിടെ കത്തോലിക്കരല്ലാതെ ആരും വേണ്ട. ലത്തീൻ കത്തോലിക്കരാണ് കേട്ടോ, ഈ സുറിയാനികൾ പിന്നെ അതിൽ രംഗത്ത് വരുന്നില്ല. അവരെ അതുകൊണ്ട് ബൈ ഹുക്ക് ആൻഡ് ക്രൂക്ക് ഓർ ബൈ ഫോഴ്സ് അവർ മുഴുവൻ അത് ക്രിസ്ത്യാനികളായിരിക്കണം. നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ഗോവയിൽ ക്രിസ്ത്യൻസ് മാത്രം മതി. അവർ വളരെ ഉത്സാഹത്തോടെ ക്രിസ്തുമത രൂപവൽക്കരണം അവിടെ നടത്തി. അന്നിവിടെ ഫ്രാൻസിസ് സേവിയർ എന്ന് പറഞ്ഞൊരു ഫ്രാൻസിസ്കനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഫ്രാൻസിസ് സേവിയർ ജസ്യൂട്ടായിരുന്നു. ഏതായാലും ഏതോ സഭയുടെ വൈദിക മിഷണറി പ്രവർത്തനത്തിലൂടെ വരുന്നു പോർട്ടുഗീസുകാരുടെ കൂടെ. അയാൾ കോറമണ്ടൽ തീരത്ത് ഇറങ്ങുന്നു. അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ശൂദ്രന്മാരായ മീൻപിടുത്തക്കാരെയും എല്ലാം ഇങ്ങനെ നക്കാപ്പിച്ച കാണിച്ച് അല്ലെ എന്തെങ്കിലും കൊടുത്ത് എങ്ങനെയൊക്കെ വന്ന് വസ്ത്രങ്ങൾ കൊടുത്തോ ചിലപ്പം വിദ്യാഭ്യാസം കൊടുത്തോ ഒക്കെ അവരെ കൺവിൻസ് ചെയ്ത് എല്ലാവരും അവർ സമൂഹത്തിൽ ഉച്ചനീചത്വം അനുഭവിക്കുന്ന തീണ്ടലും തൊടിയിലും മകണന ഉണ്ടായിരുന്നവർ ഈ പുതിയ പ്രതീക്ഷയോടുകൂടി ഇതിൻ്റെ മഹത്വമോ അല്ലെങ്കിൽ ഇതിൻ്റെ ദൂഷ്യങ്ങളോ ഒന്നും അറിയാതെ കൺവെർട്ട് ചെയ്ത് ഇവരെ ആളെ കൂട്ടി. ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഇവരെല്ലാവരുമായിട്ട് ഇങ്ങനെ തീരപ്രദേശത്തൂടെ എല്ലാ കോളനികളും ഈ മത്സ്യത്തൊഴിലാളികൾ കോളനിയിലൂടെ നടന്നു പോകുമ്പോൾ ഈ കൺവെർട്ട് ചെയ്യപ്പെട്ട ആൾക്കാർ അവരുടെ ചില ദേവികളെ ദേവന്മാരുടെ അമ്പലങ്ങളും വിഗ്രഹങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ അവരവിടെ തലകുനിക്കും, ഒന്ന് തൊഴുതു പോകും. ഇയാൾക്കത് സഹിച്ചില്ല. അന്യ ദൈവങ്ങളെന്ന് പറയുമ്പോൾ സാത്താനല്ലേ, സാത്താൻ്റെ സാത്താൻ്റെ പ്രതിപുരുഷന്മാരാണ്, സാത്താന്യമാണ്. അങ്ങോട്ട് നോക്കുന്നത് പോലും പാപമാണ്, അവരെ പറ്റി ചിന്തിക്കുന്നതും പാപമാണ്. അത് ഇയാൾക്ക് വല്ലാതെ ആലോചന ഉണ്ടാക്കി. പിന്നീട് ഇയാളുടെ ഒരു മിഷനായിരുന്നു. ഇയാളും ഇയാളുടെ ഗുണ്ടാപ്പടയും ഇയാളുടെ മിഷനറി പ്രവർത്തകരും വൈദികരും എല്ലാം ചേർന്ന് തീരപ്രദേശങ്ങളിലുണ്ടായിരുന്ന മുഴുവൻ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും, ഈ ഈ മധുരക്ഷേത്രം പോലെയൊന്നുമല്ല, ചെറിയ ചെറിയ ഈ സാധുക്കളുടെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. തമിഴ്നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വിഗ്രഹം കൊണ്ട് ശിവലിംഗ എന്ന് പറഞ്ഞ് പെയിൻ്റ് അടിച്ച് അവിടെ കൊണ്ട് വിളക്ക് കത്തി അങ്ങനെയുള്ള വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളൊക്കെ ആയിരുന്നു. അത് മുഴുവൻ ഇവർ മാന്തി എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു, പൊട്ടക്കിണറ്റിലിട്ടു, ഇല്ലായ്മ ചെയ്തു. അപ്പോഴേ അതുകൊണ്ടും എന്നിട്ട് ഈ പറഞ്ഞ കൺവെർട്ട് ചെയ്ത പിള്ളേരെ കൊണ്ട് അതിൻ്റെ മുകളിൽ മലമൂത്ര വിസർജനം ചെയ്യിച്ചു. അതിനെപ്പറ്റിയൊക്കെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, ഫ്രാൻസിസ് സേവിയറിൻ്റെ ഈ ക്രൂരകൃത്യങ്ങൾ. എന്നിട്ട് ഇവരുടെ മനസ്സിൽ കിടക്കുന്ന പഴയ വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇയാൾ ലിസ്ബണിലേക്ക് എഴുതി, ഇവിടെ ഇന്ത്യയിൽ ഇതുകൊണ്ട് കാര്യം നടക്കുകയില്ല, ഇവിടെ ഇൻക്വിസിഷൻ നടപടി ഇവിടെ നടത്തിയാലേ പറ്റൂ. ഇൻക്വിസിഷൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്, ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവരെ എവിടെ വെച്ചും എങ്ങനെയും വധിക്കണമെന്നുള്ളതാണ് തീരുമാനം. അപ്പോൾ ഇവരതിനു വേണ്ടി ആളുകളെ കൂട്ടക്കൊല ചെയ്തു. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഗോവയിൽ ധാരാളമായിട്ട് നമ്മളിപ്പോൾ കൊങ്ങിണി ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ആ വിഭാഗം, അവർ കാശ്മീർ ബ്രാഹ്മിൻസാണ്. ഗുജറാത്തിൽ സെറ്റിലായി. ഗുജറാത്തിലെ ഈ ഇസ്ലാം കടന്ന കയറ്റത്തിന് അവർ ഗോവയിലേക്ക് വന്നു. ഗോവയിൽ ശാന്തമായിട്ട് കഴിയുമ്പോഴാണ് പോർട്ടുഗീസുകാരുടെ വരവ്.
പോർട്ടുഗീസുകാർ ഇവരെ എല്ലാം പിടിച്ച് ഇവരുടെ പരേഡ് ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തും. സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ളൂ. അപ്പോൾ അയാൾ ഓരോ ഗ്രാമത്തെ മൊത്തം കൊണ്ട് നിർത്തിയിട്ട് ഓരോ ദിവസം അങ്ങോട്ട് ഈ പറഞ്ഞ ബാപ്റ്റിസം നടത്താൻ വേണ്ടി, ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി അവരോട് ഇവർ ഇൻ്റർപ്രറ്ററെ വെച്ച് അവിടുത്തെ പാതിരിയുടെ പ്രസംഗം പറയും. ലോകത്തിലെ ഏക ദൈവം ക്രിസ്തുവാണ്, ഏക രക്ഷകൻ ക്രിസ്തുവാണ്, ക്രിസ്തുവിലൂടെ മാത്രമേ മോശമുള്ളൂ, ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മരണാനന്തര ജീവിതം ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അറിയാവുന്ന ഭാഷയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി. എങ്കിലും വളരെ ഡിവോട്ടഡ് ആയിരുന്ന, മതത്തെപ്പറ്റിയും ദൈവത്തെപ്പറ്റി അവരുടേതായ സങ്കല്പങ്ങളുണ്ടായിരുന്ന കൊങ്ങിണി ബ്രാഹ്മിൺസിനെ കാര്യമായി സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഭീഷണി. അവർ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ക്രിസ്ത്യാനിയാക്കിയേ വിടൂ. അവരുടെ കൊച്ചു കുട്ടികളെ, മുല കുടിക്കുന്ന കുട്ടികളെ, ഒക്കത്തിരിക്കുന്ന കുട്ടികളെ തള്ളയുടെ അമ്മയുടെ ഒക്കത്തുനിന്ന് വലിച്ചു മാറ്റി ഒറ്റ കയ്യിൽ തൂക്കി പിടിച്ചിട്ട് ചോദിക്കും, കൊച്ചിനെ വേണോ? വേണമെങ്കിൽ ക്രിസ്ത്യാനിയാകണം. അവരെന്നിട്ട് സമ്മതിച്ചില്ല. ഞങ്ങൾ കൊച്ചിനെ കാല് മുതൽ അരിഞ്ഞ് കപ്പകരിയുന്നവർ അരിഞ്ഞ് താഴെ വീഴ്ത്തും. അത് അങ്ങനെ കൊല്ലും. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ട്, പിടിച്ച് പട്ടാളക്കാർ 8-10 പേരെ കൊണ്ട് പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്യിക്കും. എന്നിട്ട് കുന്തത്തെ കുത്തി നിർത്തും. ഇതെല്ലാം കണ്ട് കുറേ പേര് കൺവെർട്ടായിട്ടുണ്ടാകും. ബാക്കിയുള്ളവർ ഒളിച്ചോടി മംഗലാപുരത്തൊക്കെ വന്നൊരു ചരിത്രമുണ്ട്. ഏതായാലും ആ ഇൻക്വിസിഷൻ പരിപാടിയിൽ ഫ്രാൻസിസ് സേവിയർ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയ ഇൻക്വിസിഷനിൽ അനൗദ്യോഗിക കണക്കനുസരിച്ച് 59,000 ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. പോർട്ടുഗീസുകാരുടെ കണക്കനുസരിച്ച് 16,502 ഏതായാലും ആളുകൾ മരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇത് 16-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ഈ പോപ്പ് വരുമ്പോൾ ഇതിനെപ്പറ്റി മാപ്പ് പറയുമോ? ഇതിനു മുമ്പ് പോയ പോപ്പുമാരൊക്കെ എല്ലാം മാപ്പ് പറയേണ്ടി വന്നു. ഓസ്ട്രേലിയയിൽ പറയേണ്ടി വന്നു, ജർമ്മനിയിൽ പറയേണ്ടി വന്നു, അമേരിക്കയിൽ മാപ്പ് പറയേണ്ടി വന്നു. കൂട്ടബലാത്സംഗത്തിന്, പുരോഹിതന്മാരുടെ അട്രോസിറ്റീസിന്, പുരോഹിതന്മാരെ സ്ത്രീപീഡനം അല്ലെ ബാലപീഡനം, ഇതൊക്കെ പറഞ്ഞ് എത്രയോ കേസുകൾ ഇപ്പോഴുണ്ട്. 4000 ത്തോളം വൈദികരുണ്ട് ഓസ്ട്രേലിയയിൽ, അമേരിക്കയിൽ. 10 രൂപതകൾ പാപ്പരായി. ഈ ബാലപീഡനം, ഹോമോസെക്ഷൽസായി ഇവരധികം. കൊച്ചു പിള്ളേരെ, 10 വയസ്സിനും 14 വയസ്സിനുള്ള പിള്ളേരെ ഇട്ടുതന്നെ അത് അറച്ചു വെച്ചിരുന്നു. കർദിനാൾ വരെ ജയിലിൽ കിടപ്പുണ്ട് ആയുഷ്കാലം മുഴുവൻ. ഇവിടുത്തെ പോലെ 10 കൊല്ലം 12 കൊല്ലമല്ല ജീവിതകാലം മുഴുവൻ. എത്ര മെത്രാന്മാർ, എത്ര ബിഷപ്പന്മാർ, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അവിടെ എല്ലാം പോയിട്ട് അവിടുത്തെ ആളുകൾ പ്ലക്കാർഡുകൾ ഉയർത്തി, കൊടി ഉയർത്തി, കരിങ്കൊടി കാണിച്ചതിനൊക്കെ പോപ്പ് ഓസ്ട്രേലിയയിൽ ഇറങ്ങുന്നതിന് മുമ്പേ മാപ്പ് പറയേണ്ടി വന്നു. അതുപോലെ ഇവർ ചെയ്ത ചെയ്തികൾക്കെല്ലാം ഗലീലിയെ പീഡിപ്പിച്ചും കൊന്നതിന് മാപ്പ് പറയേണ്ടി വന്നു. എത്ര പേരെ ഇങ്ങനെ അട്രോസിറ്റി നടത്തി. അതുപോലെ ഇവിടെ ഈ ഗോവയിലെ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നതിന് ഈ പോപ്പ് മാപ്പ് പറയുമോ? പറയേണ്ടതാണ്, പറയിക്കണം. പക്ഷേ ഇവിടുത്തെ ജനങ്ങളൊന്നും അതിന് പോപ്പിനെതിരായിട്ട് കൊടി വീശാനൊന്നും ഗവൺമെൻറ് സമ്മതിക്കില്ല. അത് വേറൊരു കാര്യം. പോപ്പ് കുറ്റബോധമുള്ള നല്ല മനുഷ്യനാണ്, വ്യക്തിത്വമുള്ള ആളാണ്. അയാൾ വ്യക്തമായിട്ട് കയറി വന്നപ്പോഴേ പറഞ്ഞു, ഒരു കത്തോലിക്ക ദൈവമെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ദൈവം ഇല്ല. എല്ലാ സമൂഹവും ഒരു ദൈവസങ്കല്പം ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണല്ല, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അത് കത്തോലിക്ക ദൈവമൊന്നും പറഞ്ഞൊന്നുമില്ല. അതുപോലെ തന്നെ അങ്ങേര് പറഞ്ഞു, ഓരോ ക്രിസ്ത്യാനിയുടെയും മൗലിക അവകാശമാണ് കൂദാശകൾ. ഞങ്ങൾക്ക് 7 കൂദാശകളുണ്ട്. കുമ്പസാരം, കുർബാന, വിവാഹം, പൗരോഹിത്യം, ഒടുക്കത്തെ ഒപ്പരശമ, ആ ഒപ്പരശമ, ഈ പൗരശമ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയുണ്ട്. 7 എണ്ണം ഉണ്ട്. ഈ 7 എണ്ണം വേണം നിർബന്ധമായിട്ടും. അതില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ 7 കൂദാശകളും ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുടെ മൗലിക അവകാശമാണ്. അവന് സൗജന്യമായിട്ട് കിട്ടേണ്ടതാണ്. അതിനു വേണ്ടി പൈസ വാങ്ങുന്നതും പൈസ കൊടുക്കുന്നതും കുറ്റകരമാണെന്ന് അങ്ങനെ കയറി ഉടനെ പറഞ്ഞതാണ്, കൽപ്പന ഇറക്കിയതാണ്. നമ്മളിവിടെ എല്ലാ പള്ളികളിലും നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വിലവിവരപ്പട്ടിക എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഒറ്റ കുർബാന ഇത്ര രൂപ, മരിച്ചവരുടെ കുർബാന ഇത്ര രൂപ, പാട്ട് കുർബാന ഇത്ര രൂപ, 3 വൈദികർ ചേർന്ന കുർബാന ഇത്, സമൂഹ റാസ ഇത്ര രൂപ, പിന്നെ മരണത്തിലെങ്കിൽ ഒപ്പീസ്, അതെല്ലാം റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം, അത് എവിടെ വേണമെങ്കിൽ പോയാലും നോക്കാം. ഈവൻ അരുവിത്തറപ്പള്ളിയിൽ പോയി നോക്കിയാൽ എല്ലായിടത്തും പോപ്പ് പറഞ്ഞ് വാങ്ങാൻ പാടില്ല എന്നാണ്. ഞാനൊരു വൈദികനുമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു, ഇനി മുതൽ ഇപ്പം ഞങ്ങൾക്ക് കുർബാന ചൊല്ലണമെങ്കിൽ ചൊല്ലിക്കണേൽ ഞങ്ങൾക്ക് ഒരു ആചാരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഭാര്യയോ ആരെങ്കിലും മരിച്ചാൽ അവരുടെ ഓർമ്മ ദിവസമാണെന്നും പറഞ്ഞ് നമ്മൾ ശ്രാദ്ധം അന്ന് പള്ളിയിൽ കൊണ്ടുപോയി ഒരു കുർബാന ചൊല്ലും. മരിച്ചവരുടെ കുർബാന, ഒരു കറുത്ത വേഷമൊക്കെ കെട്ടിയിട്ടാണ് കുർബാന ചൊല്ലുന്നത്. ആ ഈ മരിച്ചവരുടെ കുർബാനയ്ക്ക് അതിന് എൻ്റെ ചെറുപ്പത്തിൽ 50 രൂപയായിരുന്നു. അത് പോട്ടെ, അതെല്ലാം പോയിട്ട് ഇപ്പോൾ അത് 100 രൂപയാണെന്ന് തോന്നുന്നു ഒറ്റ കുർബാനയ്ക്ക്. ഈ 100 രൂപ വൈദികന് കൊടുക്കണം. അത് പള്ളിക്കല്ല കൊടുക്കുന്നത്, അത് വൈദികന് കിട്ടുന്ന ഭാഷയാണ്. കത്തോലിക്ക സീറോ മലബാറിൽ അങ്ങനെ തന്നെയാണ്. ആ രൂപ ഇറക്കാണ്. അപ്പോൾ ഒരു വലിയ പാരീഷിലാണ് 10,000, 2,000, 3,000 ഒക്കെ
പാരിഷനേഴ്സ് വീടുകളുള്ളിടത്താണെങ്കിൽ അവരുടെയൊക്കെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചത് കാണും. ഒരു വീട്ടിൽ തന്നെ ഒരേ ദിവസം മരിച്ച പലരും കാണും. അവരെല്ലാം ഈ മരിച്ചവരുടെ കുർബാന ചെല്ലാൻ വേണ്ടി അച്ഛൻ്റെ ചെല്ലും. അച്ഛൻ കാശ് മേടിക്കും, 100 രൂപ വെച്ച്. പണ്ട് ഇപ്പോഴും തുക കൂടിയെന്നറിയില്ല. ഇനി പാട്ട് കുർബാനയാണെങ്കിൽ 300 രൂപ മറ്റാണ്. ആ രൂപ അച്ഛൻ അങ്ങ് വാങ്ങിയും. അതിന് രസീതില്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഒരു 10-30 കുർബാനയുടെ ആളുകൾ വന്നാൽ അത്രയും പൈസ അച്ഛൻ്റെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. എന്നിട്ട് തമാശ എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ പിറ്റേന്ന് ഈ പറഞ്ഞ കറുത്ത ഉടുപ്പ് പോയിട്ട് ഈ ഇതൊക്കെ ഇട്ട് കുർബാനക്കുപ്പായൊക്കെ ഇട്ട് ഒരു കുർബാന ചൊല്ലും. അപ്പം ഞാൻ വിചാരിക്കും അച്ഛൻ ചൊല്ലി ഞാൻ കൊടുത്ത കാശിൻ്റേതാണ്, എൻ്റെ അപ്പൻ്റെയാണ്. അടുത്തുള്ളവരും വിചാരിക്കും, ഓരോരുത്തരും അങ്ങനെ വിചാരിക്കും. ആരോടും കണക്ക് പറയണ്ടല്ലോ, ആരും ചിന്തിക്കുന്നുമില്ല ഇതാർക്ക. ഇയാളെ 50 കുർബാനയുടെ കാശ് പോക്കറ്റ് ഇട്ട മനുഷ്യൻ ഒറ്റ കുർബാന കൊണ്ട് ആ കാശ് മുഴുവൻ സ്വന്തമാക്കും. അങ്ങനെ അൺലിമിറ്റഡ് ഇൻകമാണ് കത്തോലിക്ക പുരോഹിതന്. ലക്ഷങ്ങൾ ഒരു മാസം വരുമാനമുണ്ട്. ഇത് കൂടാതെ വീട് വെഞ്ചരിപ്പെന്നും പറഞ്ഞൊരു കളിയുണ്ട്. 6 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ അച്ഛനും കപ്പിയാരും ഒക്കെ കൂടെ കൂടിയൊരു വീടുകളെല്ലാം വെഞ്ചരിച്ച് പവിത്രീകരിക്കാൻ പോകും. ഓരോ വീട് സാമ്പത്തിക ശേഷി അനുസരിച്ച് കൊടുക്കും. മിനിമം ചാർജ് 200 രൂപയാണ്. അത് എല്ലാ വീട്ടിലും പോയി ആ പാരിഷിലും ആ കാശുണ്ടാക്കും. പിന്നെ വിവാഹം നടക്കാൻ പണക്കാരാണ്. അച്ഛന് ലോഹ മുതൽ ഉടുപ്പ് മുതൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പണം ഭയങ്കരമായിട്ട് കൊടുക്കും. ഇങ്ങനെ കുട്ടികളുടെ ആദ്യ കുർബാന, ഈ പരിപാടിക്കെല്ലാം അച്ഛന് പൈസയാണ്. അപ്പോൾ ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ, ഇടവക പുരോഹിതൻ്റെ വരുമാനം അൺലിമിറ്റഡാണ്. ഇതിന് അക്കൗണ്ടില്ല, ഒരു നയ പൈസ ടാക്സ് കൊടുക്കണ്ട. അങ്ങനെയാണ് ഇപ്പോഴും ഈ ബുദ്ധിയുള്ളവനൊക്കെ കത്തോലിക്ക സഭയിൽ വൈദികനാണ് ഇപ്പോഴും പോകുന്നുണ്ട് കേട്ടോ. ജനസംഖ്യ കുറഞ്ഞാലും ആൾ കുറഞ്ഞാലും ഇപ്പോഴും പോകുന്നുണ്ട്. കാരണം സമൂഹത്തിൽ ഇതുപോലെ സമ്പന്നമായിട്ട് ജീവിക്കാൻ പറ്റുമോ? അതുപോലെ സ്വന്തം കുടുംബത്തിൽ പോലും എല്ലാവരും എഴുന്നേറ്റ് നോച്ചാനിച്ച് നിന്ന് അച്ഛാന്ന് വിളിക്കുന്നു, അപ്പൻ പോലും. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ സമൂഹത്തിൽ അല്ലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഞങ്ങളുടെ മെത്രാന്മാരൊക്കെ തിരുമേനിമാരാണ്. ഞങ്ങളുടെ ഈ കുപ്പായി വിട്ട കാർമ്മികർ, അല്ലെങ്കിൽ പണ്ടത് കത്തനാരായിരുന്നു, പിന്നെ പോർട്ടീസായിരുന്ന പാതിരിയാക്കി. ഇത് പോരാന്ന് തോന്നി ഈ പഴയ കേരളത്തിലെ ആചാരം അനുസരിച്ച് ഇവിടെ ഉള്ളവരെല്ലാം നമ്പൂരിമാരെ അച്ചോന്നും തിരുമേനിയെന്നും വിളിക്കുന്നത് കണ്ടുപിടിച്ച് ഇവർക്ക് എന്തുകൊണ്ട് ആ വേഷം, ആ സംബോധന എന്തുകൊണ്ട് പറ്റില്ല, ഇത് വേണമെന്ന് അവർ തീരുമാനിച്ചു. സ്വയം അങ്ങ് അസ്ഥിരം ചെയ്തു, ഞങ്ങൾ തിരുമേനിയാണ്, ഞങ്ങൾ അച്ഛനാണ്. അച്ചോ സ്തുതി. തിരുമേനി എന്ന് പറഞ്ഞവൻ വീട്ടിൽ വരികയാണെങ്കിൽ ഈ മെത്രാനായി കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ അവൻ്റെ മുത്തച്ഛനുണ്ട്, വല്യപ്പനുണ്ടാവും, അപ്പനുണ്ടാവും, അമ്മയുണ്ടാവും, വല്യമ്മയുണ്ടാവും, വല്യപ്പനും കാണും. ഈ വല്യപ്പൻ പോലും ഈ പേരക്കുട്ടിയെ തിരുമേനിയെന്ന് വിളിക്കണം. തിരുമേനിയെന്ന് വിളിച്ചാൽ മാത്രം പോരെ, പിതാവും കൂടെയാണ് കേട്ടോ അത്. ഞങ്ങളുടെ മെത്രാന്മാരെല്ലാം പിതാക്കന്മാരാണ്. ഞങ്ങളുടെ ആചാര്യന്മാരെല്ലാം പിതാവ്, കല്ലറങ്ങാട്ട് പിതാവ്, കാവുകാട്ട് പിതാവ്, കൂവക്കാട്ട് പിതാവ്, പെരുന്തോട്ടം പിതാവ്, എല്ലാം പിതാവാണ്. പിതാവിൻ്റെ പിതാവ് ഉണ്ടാവും, അവരും പിതാവേന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞു, ഈ പേരക്കുട്ടിയെ കയറി ഈ മുതുമുത്തശ്ശൻ പിതാവേന്ന് വിളിക്കണം, പിന്നെ തിരുമേനിയെന്നും വിളിക്കണം. പിന്നെ അച്ഛന്മാരെ കണ്ടാലുടനെ സ്തുതി ചൊല്ലണം. ഈ തിരുമേനിയുടെ മോതിരം മുത്തുക എന്നുള്ളത് നിർബന്ധിതമായൊരു ചടങ്ങാണ്. തിരുമേനി ഇങ്ങനെ വരും, കയ്യെ മോതിരം ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കും. എല്ലാവരും സാപാലവൃത്തം ജനങ്ങൾ പോയിരുന്നു മോതിരം മുത്തുക. എന്ത് അപരിഷ്കൃതം പ്രാകൃതമായൊരു ആചാരമാണിത്. ഇതിനെപ്പറ്റി ഞാൻ പലയിടത്തും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഈ മോതിരം മുത്തിക്കാൻ ഇത്ര ഇതുണ്ട്. ഇവർ തിരുമേനിന്ന് വിളിക്കാൻ ആരുടെയെങ്കിലും ശരീരം തിരുമേനിയാണോ? എല്ലാ ശരീരവും ഒരേ ഫംഗ്ഷനല്ലേ ചെയ്യുന്നത്. എല്ലാ ശരീരം ഈ സെപ്റ്റിക് ടാങ്ക് മാതിരിയാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ അത് മാർപ്പാപ്പ പരിശുദ്ധ ഈസ് ഹോളിനെസ്, പരിശുദ്ധ പിതാവിൻ്റെ ആമാശയവും നമ്മുടെ ആമാശയവും ഒരേ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് തിരുമേനിയാകുന്നത്? അതുപോലെ മനുഷ്യരിൽ ആരെങ്കിലും പരിശുദ്ധനുണ്ടോ? യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പിതാവായ നമ്മുടെ ഒരു പിതാവ് മാത്രമേ ഉള്ളൂ, ആരെയും കാണുന്നതിനൊന്നും വഴിയെ പോകുന്നതിനൊന്നും കയറി പിതാവെന്ന് വിളിക്കരുതെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ബൈബിളിലെ അധികാരികൾ യേശുവിൻ്റെ പിൻഗാമികളാണെന്ന് പറയുന്ന ഇവരെ കൊണ്ട് പിതാവെന്ന് വിളിപ്പിക്കുന്ന എന്തൊരു വൈപരീത്യമാണ്, എന്തൊരു അനീതിയാണ്. പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആശ്രിതന്മാരായിട്ട് അടിയന്മാരായിട്ട് പണിയെടുക്കുന്ന പ്രഭുക്കന്മാർ, യുദ്ധവീരന്മാർ, ഇവരെയൊക്കെ വന്ന് അവിടെ പ്രഭുസ്ഥാനം നൽകി ആദരിക്കുന്നൊരു പരിപാടി ബ്രിട്ടീഷ് സങ്കല്പത്തിലോ ഭരണത്തിലുണ്ട്. അവർ ചെല്ലും, വലിയ രാജകീയമായിട്ട് മഹാറാണിയോ മഹാരാജാവോ വന്ന് ഇവർക്ക് സർസ്ഥാനം കൊടുക്കുമ്പം ഇവർ മുട്ടുകൊത്തി നിന്ന് രാജാവിൻ്റെ കൈപ്പത്തി ചുംബിക്കുന്നൊരു ആചാരം പണ്ട് മുതലേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. അവർ സ്വയം ഇവരുടെ വിധേയത്വം പ്രഖ്യാപിക്കുന്നു, അടിമത്വം പ്രഖ്യാപിക്കുന്നു. ആ ആചാരം രാജകീയമായിട്ടുണ്ടാക്കിയത്. ഞങ്ങളും ഇവിടെ ഈ രാജകീയ പദവിയെല്ലാം കിട്ടി അധികാരവും സമ്പത്തും രാജാക്കന്മാരും കൈപ്പിടിയിലായപ്പോൾ ഞങ്ങളിതങ്ങ് അവതരിപ്പിച്ചു. ഞങ്ങൾ ഒരു പരിഷ്കാരം കൂടെ കിട്ടും. ബ്രിട്ടീഷ് രാജാവ് അത്ര ചെയ്തുള്ളെങ്കിൽ ഞങ്ങളുടെ പോപ്പുമാരുടെ പാദം ചുംബിക്കണമായിരുന്നു. വത്തിക്കാനിൻ്റെ സിംഹാസനത്തിൻ്റെ വത്തിക്കാൻ ഈ കാര്യം നീട്ടി വെച്ചിങ്ങനെ ഇരിക്കും ആളുകൾ. ഏത് മഹാരാജാവ് വന്നല്ലേ അവിടെ പാദം ചുംബിക്കണം. ബ്രിട്ടീഷുകാർ കയ്യോ ചുംബിക്കാറുണ്ടായിരുന്നുള്ളൂ. പാദം ചുംബിപ്പിച്ച് ഞങ്ങൾ
പിന്നീട് ഏതോ കാലത്ത് അത് നിന്ന് പോയി കേട്ടോ. ഒരു പോപ്പ് 16 വയസ്സാകുമ്പോൾ 14 വയസ്സിൽ പോപ്പായി. അവിടെയുള്ള വത്തിക്കാൻ ഈ പറഞ്ഞ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക വരുന്ന ചെറുപ്പക്കാർ പെൺപിള്ളേരെ മുഴുവൻ ഒന്നടങ്കം ആടിനെ കൊണ്ടുപോകുന്നതിൽ കൂട്ടിക്കൊണ്ടുപോയി ഇയാൾ അവരൊന്നിനെ അങ്ങനെ ഉപയോഗിച്ചിരുന്നു. ഏതായാലും അവസാനം അയാൾക്ക് സിഫിലിസ് പിടിച്ചു. പേരൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പേര് വേണമെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ പറയാം. ഈ പുള്ളി സിഫിലിസ് പിടിച്ച ഈ പുള്ളിയുടെ കാല് നീര് വെച്ച് പൊട്ടി ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഈ ചുംബിക്കാൻ ഇത് വെക്കാൻ പറ്റിയല്ലായിരുന്നു, കാല് നീട്ടി വെക്കാൻ. അതോടെയാണ് നിന്ന് പോയത്. അതുപോലെ അതിനുശേഷം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചായിരുന്നു ഒരുപാട് കാര്യം. അടുത്ത കാലത്താണ് വീണ്ടും ആരംഭിച്ചത്, കാരണം ഉള്ളവരെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ നമ്മുടെ ഇവിടെ ഇവർ പിന്തുടരുന്നു, അവകാശമായിട്ട് ഇത് വാങ്ങുന്നു. അച്ഛൻ ആവുന്നു, തിരുമേനി ആവുന്നു, പിതാവാകുന്നു, അതോ സ്ഥാനപ്പേര് ഹിസ് ഹോളിനെസ്, ഹിസ് ബീറ്റിറ്റ്യൂഡ്, അത് ഇത് കുന്തം കുടച്ചക്രം എന്നൊക്കെ ഉള്ള പേര്. പിന്നെ ഒരു നാടകീയതയ്ക്ക് ഒരു പരിവേഷം കൂടെ കൊടുക്കാൻ വേണ്ടി ഇവരൊക്കെ ലോകത്തില്ലാത്ത, നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആ പേരുകൾ ഞാൻ ചിലപ്പോൾ ഒരു തമാശയായിട്ട് ഓർക്കാറുണ്ട്. പരിശുദ്ധ സിഫിലിസ് മാർ ഗൊണോറിയോസ്. വിശ്വാസികൾ അവിടെയും സ്തുതി ചൊല്ലും. സിഫിലിസ് എന്താണ് ഗൊണോറിയോസ് എന്ന് വിശ്വാസിക്ക് അറിയില്ലല്ലോ. ഹിറ്റ്ലർ പറഞ്ഞാലേ ദ മജോറിറ്റി ആർ ഓൾവേസ് ഇഡിയറ്റ്സ്. അങ്ങനെ ചുംബിപ്പിക്കുന്ന, അങ്ങനെ പിതാവെന്ന് വിളിച്ച് ആ തിരുമേനിയെന്ന് വിളിച്ച് നടക്കുന്നവന് ഈ വേഷോ, പഴയ കാലത്ത് സർക്കസിലെ ക്ലൗണുകളായിരുന്നു ഇത്തരം വേഷം ഇട്ടിരുന്നത്. എല്ലാവർക്കും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അത്തരം വേഷങ്ങൾ, കിരീടങ്ങൾ. ഇതോ എല്ലാം പരിശുദ്ധ പിതാവാണ്, പരിശുദ്ധ ബാവ, പരിശുദ്ധ മറ്റോൻ, ഏതെങ്കിലും മനുഷ്യന് പരിശുദ്ധനാവാൻ പറ്റുമോ? മാനസികം, ആത്മാവില്ലാത്ത ആത്മ എങ്കിലും അങ്ങനെയോ അല്ലെ ശരീരം കൊണ്ടോ പരിശുദ്ധനാകാൻ പറ്റുമോ? യാതൊരു ലോജിക്കും ഇല്ലാത്ത പരിശുദ്ധന്മാരല്ലേ ഇവർ. എന്തിനായി പരിശുദ്ധനെന്ന് വിളിക്കുന്നത്? അവനെ പേര് വിളിച്ചുകൂടെ? പ്രായക്കൂടുതലുണ്ടെങ്കിൽ ചേട്ടാന്ന് വിളിച്ചുകൂടെ? അല്ലെ കത്തനാരെന്ന് വിളിച്ചുകൂടെ? അല്ലെ പാസ്റ്ററെന്ന് വിളിച്ചുകൂടെ? ഇവൻ എന്തിനാ ഇത് തന്നെ ഈ സ്ഥാനപ്പേര് വേണമെന്നുള്ള നിർബന്ധം? ഇവൻ ആരാണ്? എല്ലാ വയസ്സും എല്ലാ ബലഹീനതയുള്ള ഈ വൃത്തികെട്ടവന്മാരെ ഇങ്ങനെ പിടിച്ചിട്ട്. പിന്നെ ഒരു തമാശ ഇവിടെയുണ്ട്. ലോകത്തൊരിടത്തും നടപ്പില്ലാത്തൊരു ആചാരം. ചില ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ മരിച്ചാൽ നീണ്ടു നിവർന്ന് കിടന്ന് കുഴി കിടക്കാനുള്ള ഭാഗ്യമില്ല. മരിച്ചു കിടക്കും, ആളുകളൊക്കെ കാണും. അത് റിഗർ മോർട്ടിസ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒടിച്ചിരുത്തി സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റിയല്ലോ. കാലുമൊക്കെ ചവിട്ടി ഒടിച്ച് സിംഹാസനത്തിൽ വെച്ച് കെട്ടും. കിരീടവും സർവ്വാഡംബര വിഭൂഷണാധികാര ചിഹ്നങ്ങളോടെ നഗരി കാണിക്കലെന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. പട്ടണം മുഴുവൻ കൊണ്ടുനടന്ന് ഈ മൃതശരീരം ശവം പ്രദർശിപ്പിക്കുക. കഷ്ടമല്ലേ അത്? സാമൂഹ്യ വിരുദ്ധമായ നടപടി. അയാൾ ചിലപ്പം പകർച്ചരോഗം പിടിച്ച് മരിച്ചതായിരിക്കും, എങ്കിലും തിരുമേനിയെ ഇങ്ങനെ നഗരി കാണിക്കൽ നടത്തിയേ പറ്റൂ. അത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു തമാശ ഉണ്ടായി. ഒരു തിരുമേനി മരിച്ച് അങ്ങേരുടെ ഇത് അൻപാം ചെയ്ത് ശരിയാക്കാനുള്ള ആൾ വരാൻ താമസിച്ചപ്പോൾ റിഗർ മോർട്ടിസ് സംഭവിച്ചു. ശരീരം വടിയായിപ്പോയി. ഡോക്ടർ പിന്നെ തല്ലി ഒടിച്ച് കാലിൻ്റെ മുട്ടും കൈയുടെ മുട്ടും ഒക്കെ ഒടിച്ച് കഴുത്തൊക്കെ ഇങ്ങനെ പോയായിരുന്നു. ഇങ്ങനെ മുട്ട് കൊടുത്ത് ഇതൊക്കെ വെച്ചു. എന്നിട്ട് ഈ റോഡിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ഈ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടാൻ തുടങ്ങി. മൃതശരീരത്തിന് തല അങ്ങോട്ട് പോകും. ആളുകളെ പിള്ളേരൊക്കെ പേടിച്ച് കരഞ്ഞ ചരിത്രമുണ്ട്. എന്തിനാ മനുഷ്യനെ പോലെ ഇവർക്ക് മരിച്ചു കഴിഞ്ഞാൽ നീണ്ടു നിവർന്ന് ഒരു കുഴിയിലേക്കോ അല്ലെങ്കിൽ ഇതിൽ പോയിക്കൂടെ? സിംഹാസനാരൂഢ. ഇത് ഏത് കാലത്ത് ആര് കൊണ്ടുവന്ന ആചാരമാണ്? ഇവർ യേശുവിൻ്റെ പിൻഗാമികളാണ്. യേശു ഇവരെ അഭിഷിക്തരാക്കി വിട്ടതാണ്. യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാണ്, അല്ലെങ്കിൽ യേശു തന്നെയാണ്. അവർക്ക് യേശു എന്തെങ്കിലും ഇങ്ങനെ സിംഹാസനം, യേശു നീണ്ടു നിവർന്ന് കുരിശേ കിടന്ന് തൂങ്ങിയാൽ മരിച്ചാൽ കഴിഞ്ഞെടുത്ത് കത്തിച്ച് കളഞ്ഞു എന്നുള്ള വേറൊരു സത്യം, അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ള, കല്ലറ കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടാവില്ല. ഏതായാലും യേശു ഇങ്ങനെ സിംഹാസനത്തിനല്ല മരിച്ചത്. യേശു ഇങ്ങനെ ആരെ കൊണ്ട് മോതിരം മുത്തിച്ചില്ലല്ലോ. യേശുവിനെ ഗുരുവെന്ന് വിളിച്ചപ്പോഴും യേശു പറഞ്ഞു, വിളിക്കരുത്, ഞാൻ ഗുരുവൊന്നുമല്ല, ഞാൻ സർവജ്ഞനുമല്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അത്രയും ലാളിത്യവും വിനയവും കാണിച്ച് യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് ഇവിടെ തിരുമേനി, പിതാവ്, മോതിരം മുത്തിക്കൽ. പിന്നെ തിരുശേഷിപ്പ്, ഇതൊരു വലിയ കച്ചവടമാണ്. തിരുശേഷിപ്പ് കച്ചവടം ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത്. ഈ കച്ചവടം വളരെ ലാഭകരമാണെന്ന് ഇവർക്ക് തോന്നിത്തുടങ്ങി. അത് ഫ്രാൻസിസ്കൻ സന്യാസികളെന്നും ഒരു വിഭാഗം ഉണ്ടായിരുന്നു പോർട്ടുഗലിൽ. അവരാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ്. എവിടെ എന്ത് നടന്നാലും അതിൻ്റെ തിരുശേഷിപ്പ്. ഇപ്പം അത് കഴിഞ്ഞ് വന്ന സെമറ്റിക് മതത്തിലെ ഇസ്ലാം മതത്തിനും ഉണ്ട് കേട്ടോ. നമ്മുടെ തിരുമുടിയൊക്കെ ഉണ്ടല്ലോ, ഹസ്രത് ബാൽ പള്ളിയിൽ തിരുമുടി ഉണ്ടായിരുന്ന നബി തിരുമേനിയുടെ, അത് കാണാതെ പോയി മോഷ്ടിച്ചെന്നും പറഞ്ഞാൽ അവിടെ കലാപം നടന്നു, എത്ര പേര് കൊല്ലപ്പെട്ടു. അത് ബഷീർ ഗുലാം മുഹമ്മദ് മുഖ്യമന്ത്രിയുടെ ഒരു തന്ത്രമായിരുന്നു. അവിടെ ഒരു കലാപം ഉണ്ടാക്കി ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, അഴിമതി മറക്കാൻ. അവസാനം ഹസ്രത് ബാൽ പള്ളിയിൽ നിന്ന് മോഷണം മുടി കിട്ടി കേട്ടോ, തിരുമടി. അതൊക്കെ വേസ്റ്റല്ലേ, ഹ്യൂമൻ വേസ്റ്റല്ലേ? അതെങ്ങനെ തിരുശേഷിപ്പാകുന്നത്? ഇവിടെ പിന്നെ ഗോവയിൽ വെച്ചിട്ടുണ്ട് ഫ്രാൻസിസ് സേവ്യറിൻ്റെ മരിച്ച ശരീരം.
അദ്ദേഹം ദൈവത്തിന് വേണ്ടപ്പെട്ട ആളായിരുന്നുകൊണ്ട് ദൈവികതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം അഴുകിയിട്ടില്ലെന്ന് അവർ പറയുന്നത്. ഇപ്പോഴും ഓരോ 12 വർഷം കൂടുമ്പോൾ അതെടുത്ത് പ്രദർശനത്തിൽ വെച്ച് കോടിക്കണക്കിന് പണം ഉണ്ടാകുന്നു. ഇവിടെ നിന്നൊക്കെ തീർത്ഥാടകർ പോകുന്നുണ്ട്. ഇപ്പോൾ ആൾ കുറഞ്ഞു. പണ്ട് പോകുമായിരുന്നു ഗോവ തീർത്ഥാടനം ഫ്രാൻസിസ് സേവ്യറിൻ്റെ ശരീരം കാണാൻ. അത് വലിയൊരു ടെക്നിക്കൊന്നുമല്ല. ഈ ശരീരം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം 5,000-6,000 വർഷം മുമ്പ് ലോകത്തിനുണ്ടായിരുന്നു. ഈജിപ്തിലെ മമ്മികളൊക്കെ ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ടിരിപ്പില്ല. 5,500 വർഷം 6,000 വർഷം പഴയുള്ള മമ്മികൾ. അന്ന് ആ ടെക്നോളജി ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രാകൃതമായ ഒരു അനുകരണമാണ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ശരീരം അഴുകാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അഴുകാത്ത ശരീരത്തെ പറ്റി നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ടായിരുന്നു. വലിയ ദുഷ്ടനായ ഒരുത്തൻ, വലിയ കള്ളനായ ഒരുത്തനെ പറയുമ്പം നീയൊന്നും ചത്താൽ അഴുകുകയല്ലടാന്ന് പറയുമായിരുന്നു ഞങ്ങളൊക്കെ. അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ പറയും. അത്രയും ദുഷ്ടന്മാരൊക്കെയാണ് അത്. ഇയാളെ വെച്ചിട്ട് അവിടെ കാശുണ്ടാക്കുന്നു തിരിശേഷിപ്പുകൾ. പിന്നെ ആരെങ്കിലും ചത്ത് കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ഇവർ വിശുദ്ധനാക്കാൻ അങ്ങ് തീരുമാനിച്ച് കഴിഞ്ഞിട്ട് പണ്ട് ഈ പോലീസുകാർ ആൾ പിടിച്ചിട്ട് അവൻ്റെ പേരിലേക്ക് ഫ്രെയിം ചെയ്യുന്ന പിന്നീടില്ല അവൻ്റെ കുറ്റവും തെളിവോ കൊണ്ടാക്കുന്നത് കൂറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞ പോലെ ഒരാൾ ജീവിച്ചു, എല്ലാ ദുഷ്ടതയും ചെയ്ത് മരിച്ചു. ഫ്രാൻസിസ് സേവ്യറിനെ പോലുള്ളവർ മരിച്ചു. വിശുദ്ധനാക്കാൻ അവർ തീരുമാനിച്ചു. തിരുശരീരമാണെന്നും പറഞ്ഞ് അവിടെ അങ്ങ് സൂക്ഷിച്ചു. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏതെങ്കിലും ഭാഗമോ അവർ കിടന്ന പെട്ടിയുടെ ഭാഗമോ ഒക്കെ എടുത്തിട്ട് എല്ലാ വിശുദ്ധന്മാരും ഉണ്ട് കേട്ടോ. അവരെ വിളിച്ച സെമിത്തേരിയിലെ മണ്ണ് വിൽക്കുന്ന സ്ഥലം കേരളത്തിലുണ്ട്. അവരുപയോഗിച്ച കട്ടിൽ, അവരുപയോഗിച്ച സർവ്വസാധനം, അതൊക്കെ കട്ടിലൊന്നുമില്ല, നയിച്ചു പോയെങ്കിലും പുരാതനമായ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ബലമായിട്ടോ പൈസ കൊടുത്തോ വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് അവർ കിടന്ന കട്ടിലാന്ന് പറയും. അവരുപയോഗിച്ച സാധനമെന്ന് പറയും. അവരുപയോഗിച്ച പ്ലേറ്റാണെന്ന് ഇവിടെ വെക്കുന്നുണ്ട്. അതൊക്കെ തിരിശേഷിപ്പുകളാണ്. ഇവരുടെ ശരീരത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗം. ഇപ്പോൾ ലോകത്തിൽ ഉള്ള എല്ലാ പള്ളികളുടെയും കൂടെ കണക്കെടുത്താൽ പള്ളികളിലെല്ലാം ഈ മാതാവെന്ന യേശുവിൻ്റെ അമ്മയുടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുശേഷിപ്പുകൾ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മണ്ണർകാട് പള്ളിയിലുമുണ്ട്. ആ തിരുശേഷിപ്പ് അവരുടെ അരപ്പട്ടയുടെ ഇതാണെന്ന് പറഞ്ഞത് 0.05 മില്ലിഗ്രാമോ മറ്റോ ഉള്ളൂ. അത് വലിയ പേടകത്തിലാക്കി വെച്ചിട്ടുണ്ട്. അവിടെ തിരുനാൾ ദിവസങ്ങളിൽ അതെടുത്ത് പുറത്ത് വയ്ക്കും. ഭയങ്കര അത്ഭുതങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ തിരുശേഷിപ്പ് വണങ്ങാൻ പോകുന്നവരൊക്കെ പൈസ കൊടുക്കണം. ചുമ്മാതല്ല, പൈസയ്ക്ക് വേണ്ടിയാണ് തിരുശേഷിപ്പ് കൊണ്ടിരുന്നത്. ഫ്രാൻസിസ് സേവ്യറിൻ്റെ, ഫ്രാൻസിസ് അസീസിയുടെ, തോമസ് ലിയുടെ ആണെന്നും പറഞ്ഞ് ഒരുപാട് തിരുശേഷിപ്പുകൾ. ഈ തിരുശേഷിപ്പുകൾ പണം ഉണ്ടാക്കാനുള്ള നല്ലൊരു ഉപാധിയാണ്. ഏത് വന്നാലും മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഹ്യൂമൻ വേസ്റ്റ് അല്ലേ. അത് ആ വേസ്റ്റ് അത് അങ്ങനെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമാക്കി മാറ്റണം. ആ ക്രിമിനൽ കുറ്റം തന്നെയാണ്. അപ്പോൾ കണ്ടേജിയസ് ഡിസീസ് പിടിച്ച് മരിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ തിരുശേഷം പിന്നെ മാന്തി എടുത്ത് കൊണ്ടുനടക്കാണ്. ഇത് വലിയൊരു ലാഭ കച്ചവടമാണ്. ഈ കച്ചവടം എത്രയോ ഇന്നും ഇവർ പറയുന്ന പോലെ ഈ ക്രിസ്തുമതത്തിന് 2000 വർഷം പഴക്കമൊന്നും ഇല്ല കേട്ടോ. ക്രിസ്തുമതം ഉണ്ടായിട്ട് 1600 കൊല്ലമേ ആയുള്ളൂ. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈനാണല്ലോ ക്രിസ്തുമതം ഉണ്ടാക്കിയത്. ക്രിസ്തുവിനെ ഉണ്ടാക്കിയത്. ജനിച്ചിട്ടില്ലാത്തതാണ് ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാൾ ജനിച്ചിട്ടേ ഇല്ല. യേശു എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ മസീഹ് എന്ന് പറയുന്നോ ജീസസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കക്ഷി ഈ പറഞ്ഞ ഗലീലിയയിലും ഓസ്ട്രേലിയ ജെറുസലം ദേവിലും യൂദയ നാട്ടിൽ മുഴുവൻ നടന്ന് അവിടുത്തെ സാധാരണക്കാരനെ, അവിടെ ഡൗൺ റോഡനായിട്ടുള്ള, ദളിതരായിട്ടുള്ള, പട്ടിണിക്കാരായിട്ടുള്ള, ചുങ്കക്കാരും വേശികളും ഉൾപ്പെടെ അവിടെ തീരെ താഴെപ്പടിയിലുള്ള ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരെ സംഘടിപ്പിച്ച് റോമാ സാമ്രാജ്യത്തിനെതിരായ വിപ്ലവത്തിന് വേണ്ടി തയ്യാറാക്കി അങ്ങനെ വന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അവസാനം അവരുടെ ഗൂഢതന്ത്രങ്ങളിൽ യേശുവിൻ്റെ അമിതാവേശവും ഒരു പരിധിവരെ കാരണമാണെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ കണക്കാക്കുന്നു. കാരണം യേശു ഈ ജനങ്ങൾ മുഴുവൻ ആപാലവർഷം 100% ജനങ്ങൾ യേശുവിൻ്റെ പിന്നാലെയാണ്. യേശു അവരുടെ കൂടെ ഉറങ്ങുന്നു, അവരുടെ പട്ടിണി പങ്കുവയ്ക്കുന്നു. അവരെ പോലെ തന്നെയാണ്. അവർക്ക് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല, കൃഷി ഉണ്ടായിരുന്നില്ല, ബിസിനസ് ഉണ്ടായിരുന്നില്ല, ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പട്ടിണി പാവങ്ങൾ നടക്കുന്നതോടെ യേശു നടക്കും. വഴി നീളിൽ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും, അല്ലെങ്കിൽ പട്ടിണിയായിരിക്കും, കിടക്കാൻ വീടില്ല. അങ്ങനെയൊക്കെ അവരിലൊരാളായി മനുഷ്യൻ്റെ പൂർണ്ണ മനുഷ്യനെ അവരോടൊത്ത് ജീവിച്ച യേശുവിന് അമിത ആവേശം ജനങ്ങൾ സംഘടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യക്ഷ നടപടി എടുത്തേ പറ്റൂ. അതിനാണ് പുള്ളി ഓർസലം ദേവാലയം പിടിക്കാൻ വേണ്ടി, ജെറുസലം ചർച്ച് അത് പിടിക്കാൻ വേണ്ടി ഒരു വിഫല ശ്രമം നടത്തിയതും. വെൽ ഫോർട്ടിഫൈഡ് ആയിരുന്നു. റോമൻ പട്ടാളക്കാരുണ്ടായിരുന്നു, പുരോഹിതൻ്റെ പട്ടാളക്കാരും പോലീസും ഉണ്ടായിരുന്നു. അവിടെ ഈ ജനങ്ങൾ, നിരായുധരായ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും എല്ലാം ചെന്ന് അതൊരു വലിയ ഫെയിലിയർ, അബോർട്ടീവ് അറ്റംപ്റ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞ് ഇവരെ വേട്ടയാടപ്പെട്ടു. എല്ലാവരും അടിച്ചോടിച്ചു. ഒത്തിരി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ചരിത്രത്തിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള ചില ഈ കൂട്ടമരണങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾ അർത്ഥപൂർണ്ണ മൗനം ആരംഭിക്കും. ഞാൻ ഈയിടെ വളരെ രസകരമായ എൻ്റെ 1-2 അമേരിക്കൻ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഈയിടെ നമ്മളൊരു മഹാവിശ്വത്തൻ സ്വർഗത്തിൽ നേരെ അവതരിച്ചു വന്നൊരു KP യോഹന്നാൻ ഉണ്ടായിരുന്നു. KP പിന്നെ മാറി യോഹാൻ മാർ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല, സിഫിലിസ് മാർ ഗൊണോറിയസ് എന്ന് പറഞ്ഞാൽ ഏതോ പേരാണ്. ആ പേരിലുള്ളപ്പോൾ അമേരിക്കക്കാരെ കളിപ്പിച്ച് ഇവിടെ ജീസസ് വെല്ലുണ്ടാക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളർ കൊണ്ടുവന്നു. പണം മുഴുവൻ തട്ടിച്ചു. നക്കാപ്പി ചേട്ടപ്പത്തെ കിണറുണ്ടാക്കി എന്നുള്ളത് വേറെ സത്യം. വീണ്ടും അയാൾ അവിടെ പണം ഉണ്ടാക്കാൻ പോയി. അമേരിക്കയിൽ നിന്ന് പോരാൻ പറ്റാതെ വന്നു. വില്ലിവേഴ്സ് ചർച്ച് ആശുപത്രി വിൽക്കാനൊക്കെ ആലോചന വന്നു.
ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്ന ആൾ ഒന്നുമില്ലാതെ നടന്ന കെ പി യോഹന്നാനാണ് ഈ നമ്മുടെ തങ്കു ബ്രദറിനെ പോലെ. എന്നിട്ട് അമേരിക്കക്കാരയാളെ വണ്ടി ഇടിച്ച് കൊന്നു. കാരണം ഇയാൾ മോർണിംഗ് വാക്കിന് പോകുന്ന ആ സ്ഥലത്ത് ഒരു വാഹനവും വരുന്ന സ്ഥലമല്ല, അങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ല. ഇയാളെ വണ്ടി ഇടിച്ചാൽ കൊന്നത്. പക്ഷേ ഇവരൊരിക്കലും ഈ ബിലീവേഴ്സ് ചർച്ചുകാരെ വിശ്വാസികൾ അയാളുടെ 32 മെത്രാന്മാരും അത് സമ്മതിക്കല്ല, പുറത്ത് പറയല്ല, നാണക്കേടാ. ആളെ കെ പി യോഹന്നാനാണ് ഈ കൊലയായത്. ഇതുപോലെയാണ് പല ആളുകളും വധിച്ച് ഞങ്ങളത് പറയല്ല, വധിച്ചതാണ്, കൊല്ലപ്പെട്ടാന്ന് പറയാം, നാണക്കേടാ. ദൈവം തിരിച്ചു വിളിച്ചു എന്നേ പറയുള്ളൂ. അങ്ങനെ ഈ യേശുവിൻ്റെ ഓർഷ ദേവാലയ ആക്രമണത്തിന് ശേഷം അവിടെ നമ്മളിവിടെ പറയാൻ നിരോധനാജ്ഞയോ അങ്ങനെയുള്ള ഒരു ജീവിയും പുറത്തിറങ്ങാൻ മേലാത്ത ആജ്ഞ. കാരണം ഇവർക്ക് അപകടം അറിയാം, ജനങ്ങളെല്ലാം ഒന്നടങ്കം ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആയതുകൊണ്ടായിരുന്നതുകൊണ്ട് നിരോധനാജ്ഞ ഉണ്ടായിട്ടുണ്ടാവും, നിശാനിയമം വന്നിട്ടുണ്ടാവും. ഈ യേശുവായിട്ട് അടുത്ത ബന്ധുക്കളെ അതിൻ്റെ അനുയായികളെ മുഴുവൻ വേട്ടയാടി ജീവനോടോ മരിച്ചോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 30 വെള്ളിക്കാശ് സമ്മാനം പ്രഖ്യാപിച്ചു. യേശുവും ശിഷ്യന്മാരും അടുത്ത ശിഷ്യന്മാരും വേഷപ്രച്ഛൻ്റായിട്ട്, ശിഷ്യന്മാരെല്ലാം നാനാവിധമായിട്ട് പോയി, ഓരോ എവിടെയൊക്കെ പോയത് ആർക്കും അറിയില്ല, ഒളിച്ചോടി. യേശുവും വേഷപ്രച്ഛനായിട്ട് തന്നെ ഓടിപ്പോയത്. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ അവസാനം ഓശാന നാളിൽ അല്ല പിന്നെ പെസഹ നാളിൽ മറ്റവൻ്റെ ബംഗ്ലാവിൽ തിരുവത്താഴം നടത്തിയെന്നും പറഞ്ഞ് നാടകം ഉണ്ടാക്കി. ജെറോം ഞങ്ങളുടെ കുർബാന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരുവത്താഴം, ലാസ്റ്റ് സപ്പർ, എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നു. ചിത്രം സൂക്ഷിച്ച പറഞ്ഞ ഡാവിഞ്ചി ഭയങ്കര സൂത്രശാലിയാണ് കേട്ടോ, തന്ത്രശാലിയാണ്. ആൾ കൺട്രവേഴ്ഷ്യലായിട്ട് അത് വരച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ചിത്രം സൂക്ഷിച്ച് നോക്കിയോ, പല വെർഷൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒറിജിനലായിട്ട് ഡാവിഞ്ചിയുടെ ചിത്രം നോക്കിക്കോളൂ. അതിനകത്ത് ഇവർ തമ്മിലടിക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തീർക്കും, കൈ ഉയർത്തുന്ന അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും. വലതുവശത്തിരിക്കുന്ന മഗ്ദലന മറിയം, അവരുടെ നെഞ്ചത്തും മുഖത്തും കൈവിരലുകളും ശ്രദ്ധിച്ച് നോക്കൂ, അത് സ്ത്രീ തന്നെയാണ്. അതിനെ ഞങ്ങൾ പിന്നെ യോഹന്നാനാക്കി മാറ്റി. അങ്ങനെ ഒരു ചിത്രം ഡാവിഞ്ചി വരച്ച കൺട്രവേഴ്സി ഉണ്ടാവണം എന്നുള്ള വാശിക്ക് തന്നെ അയാൾ വരച്ചതാണ് അയാളുടെ ഭാവനയിൽ. അയാളതിനെ വേറെ ഒത്തിരി തന്ത്രം ചെയ്തിട്ടുണ്ടോ. യേശുവിൻ്റെ ഒരു പടം ഇവർക്ക് ആവശ്യമായിരുന്നു. യേശുവിൻ്റെ പടത്തിന് വേണ്ടിയിട്ട് സെർജിയോസ് എന്ന് പറഞ്ഞൊരു പോപ്പിൻ്റെ 14ാം നൂറ്റാണ്ടിലത് മകൻ, വെപ്പാട്ടിയിലുണ്ടായൊരു മകൻ വളരെ ഹാൻസമായിരുന്നു, സിമ്പിളനായിരുന്നു, കാമദേവൻ്റെ രൂപം ഉണ്ടായിരുന്നു. അവനെ പിടിച്ചിരുത്തിയിട്ടാണ് യേശുവിനെ വരച്ചു വെച്ചത്. യേശുവിൻ്റെ കാലത്ത് ഫോട്ടോഗ്രാഫി ഒന്നും ഉണ്ടായിരുന്നു, യേശുവിൻ്റെ ചിത്രം ആരും വരച്ചിട്ടില്ലല്ലോ. അതിനിവർ കഥയുണ്ടാക്കി യേശുവിനെ കുരിശേന്ന് ഇറക്കി കിടത്തി. ഇപ്പോൾ തിരിക്കച്ച അതിൽ യേശുവിൻ്റെ ചിത്രം പതിഞ്ഞു. തീർച്ചയായിട്ടും മരത്തിയായിരിക്കുമല്ലോ കിടത്തിയത്. ഹി വാസ് പ്രൊഫോസലി ബ്ലീഡിങ്. മരിച്ച ഒരാളിനെ അവിടെ കിടത്തിയാൽ മരിച്ചെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ചിത്രം പതിയല്ല. അപ്പോൾ മരിച്ചിരുന്നില്ല, മരിക്കുന്നതിന് മുമ്പ് കുരിശേന്ന് ഇറക്കി കിടത്തിയെന്ന് പറഞ്ഞു. തിരക്ക് പിടിച്ചിട്ട് ഇപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റിലും കൊണ്ടുപോയതാണ്. കാരണം അവിടെ കിടക്കുന്നത് കൂടുതൽ അപകടമെന്നറിയായിരുന്നു. ഏതായാലും ഇങ്ങനെ യേശുവിൻ്റെ ചിത്രം വരച്ചെടുത്തു. അതുപോലെ ഡാവിഞ്ചിയുടെ വേറൊരു ചിത്രം കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നാണ്. നമ്മുടെ വഴിയേരിയിലൊക്കെ പിയത്താന്നും പറഞ്ഞൊരെണ്ണം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വലിയ ജംഗ്ഷനിലൊക്കെ വലിയ വെള്ള പെയിൻ്റ് അടിച്ച ഇത് മാർബിൾഡും അല്ലാതെയൊക്കെ ചെയ്ത പിയത്ത ഡാവിഞ്ചി വരച്ചതാണ്. യേശു കുരിശേന്ന് മരിച്ചിട്ട് യേശുവിൻ്റെ മൃതശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു എന്നാണ് സങ്കല്പം, അല്ലെ കഥ. അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നുള്ള വേറൊരു സത്യം. യേശു മരിക്കുമ്പം കുരിശാരോഹണ സമയത്തൊന്നും യേശുവിൻ്റെ അമ്മയോ ഇവരാരും ഉണ്ടായിരുന്നില്ല. അത് വേറൊരു കാര്യം. ഏതായാലും ഈ മടി കിടത്തിയിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിനെ പറ്റി അസസ് ചെയ്തിരിക്കുന്ന കൃത്യമായിരിക്കണമെന്നില്ല ഒരു കണക്ക് 6 അടി 2 ഇഞ്ച് ഉയരവും 82 കിലോ തൂക്കമുള്ള ഒരു പുരുഷനായിരുന്നു, ഒത്ത പുരുഷനായിരുന്നു. അമ്മയ്ക്ക് ഏതായാലും അത്രയൊന്നും വലിപ്പം കാണുകയല്ല. ഈ അമ്മയുടെ മടിയിൽ കൊച്ചു കുട്ടിയെ കിടത്തിയിരിക്കുന്ന പോലെയല്ലേ കിടത്തിയേക്കുന്നത്. തല മടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അമ്മ പുള്ളിയുടെ തല മടി വെച്ച് കിടന്നാൽ മതി. ഈ വീഡിയോ ഡാവിഞ്ചി വരച്ചത് ആരോ പരിഹരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ അത്. ഒരൊത്ത പുരുഷനെ വെറും കൊച്ചു കുട്ടിയെ കിടത്തുന്നവൻ്റെ മടിയിൽ കിടത്തിയേക്കാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ അകത്ത് പൊരുത്തക്കേട്? അത് യേശുവിൻ്റെ അമ്മയും യേശുവിനെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ. അതിന് ഞങ്ങൾ നേർച്ചയിടുന്നുണ്ട്, അവിടെ നേർച്ചപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള തിരുശേഷിപ്പുകളും ഈ ചിത്രങ്ങളും വികലമായ ചിത്രങ്ങളും കൊണ്ട് ഞങ്ങൾ ലോകം മുഴുവൻ സ്ഥാപിച്ചു പണം ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞു വന്നല്ല യേശുവിൻ്റെ അമ്മയുടെ തിരുശേഷിപ്പ് മണ്ണർകാടുണ്ടെന്ന്. അതുപോലെ ഞങ്ങൾ ഇനിമാരും അസസ്മെൻ്റ് നടത്തി ലോകത്തുള്ള എല്ലാ പള്ളികളിലും വെച്ചിരിക്കുന്ന ഈ തിരുശേഷിപ്പുകളുടെ തൂക്കം എടുത്ത് അതിനെ പരിശോധിച്ചാൽ യേശുവിൻ്റെ അമ്മ അരപ്പട്ട കെട്ടിയിരുന്നത് 300 ടൺ ഭാരമുള്ള അരപ്പട്ടയായിരുന്നു. അതിൽ കുരിശിൻ്റെ തിരുശേഷിപ്പുണ്ട്. ലോകം മുഴുവനുള്ള ഈ പള്ളികളിലെല്ലാം വെച്ചിരിക്കുന്ന കുരിശിൻ്റെ തിരുശേഷിപ്പ് വെച്ചിരിക്കുന്നിടത്ത് എല്ലാ പള്ളികളിലും ഉണ്ടത്. ഒരു 500 ടണ്ണെങ്കിലുള്ള കുരിശാണ് യേശു കൊണ്ടുപോയത്. ഇതുപോലെ പൊരുത്തപ്പെടാത്ത എന്തെല്ലാം വികലമായ ചിന്താഗതികളാണ്. കുമ്പസാരിച്ച പ്രാപം തീരും. പിന്നെ ഒരു തിരുശേഷിപ്പ് വിശുദ്ധ കുർബാന. യേശു പറഞ്ഞത് എന്താണ്?
ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ യേശു എല്ലാവരോടും കൂടെ ഒരുമിച്ചാണ് കഴിച്ചത്. ചുങ്കക്കാരൻ്റെ വേശ്യകളുണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു, പാവങ്ങളും പട്ടികജാതികളും എല്ലാവരുടെ കൂടെ ഒരുമിച്ച് കഴിക്കും. ഒരുമിച്ച് കിട്ടിയത് പങ്കുവെച്ച് കഴിച്ചു. എന്നിട്ട് യേശു അവിടെ ഒക്കെ ഇവരോട് പറയും, ഇത് നിങ്ങൾ കിട്ടുന്ന ഒരുമിച്ച് കഴിക്കണം, സ്നേഹഭോജനമാണിത്. ഈ സ്നേഹഭോജനം നിങ്ങൾ തുടരണം. അത് നിങ്ങൾ പരസ്പരം അറിയണം. മിച്ചമുള്ളത് സൂക്ഷിക്കരുത്, ആരും സ്വന്തമായിട്ടൊന്നും സൂക്ഷിക്കരുത്. ഇങ്ങനെ സ്നേഹഭോജനം ഒന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്ന് യേശുവിനെ ഇവർക്ക് ഒരു വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടി തിരുവത്താഴം ഉണ്ടാക്കി. തിരുവത്താഴം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവർ ഒളിവിലാണ്, ഓട്ടത്തിലാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി മേടെ കൂടാൻ പറ്റുമോ? അത് സ്ഥാപിച്ചു. എന്നിട്ട് രക്തമെടുത്ത് ഉയർത്തി വാഴ്ത്തി, ഇതിൻ്റെ രക്തമാവും നിങ്ങൾ കുടിക്കുക, ഇതെൻ്റെ ശരീരമാകുന്നു, അപ്പം എടുത്തിട്ട് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കിയെടുത്തിട്ട് കുർബാന സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മെനഞ്ഞെടുത്തൊരു തിരക്കഥ മാത്രമാണത്. അങ്ങനെ ഒരു ലാസ്റ്റ് സപ്പർ നടന്നിട്ടേ ഇല്ല, നടക്കാൻ ഒരു സാധ്യതയില്ല. ഒരു യുക്തിക്കും ചേരുന്നതല്ല അത്. സാമാന്യ യുക്തിക്കോ സത്യത്തിനോ നിരക്കാത്ത ഒരു കെട്ടുകഥ, മുഴുവൻ കെട്ടുകഥകളാണ്. ഫോർജറീസായി ക്രിസ്തുമതത്തിൻ്റെ വിശ്വാസ പ്രമാണത്തിന് മുഴുവൻ കാര്യങ്ങളും ഫോർജറിയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന ഇപ്പോഴും ശരീരവും രക്തവും ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ കാനിബാളിസം അല്ലേ അത്? ഇത് മാറ്റം ഏതായാലും ഈ ട്രാൻസ് സബ്സ്റ്റൻസിയേഷൻ എന്ന് പറയുന്ന സത്താപരമായ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ രക്തവും മാംസമായിട്ട് മാറിയിട്ടുണ്ടത്. അതാ ഇവർ വിശ്വാസികൾ കഴിക്കുന്നത്, പച്ച മാംസവും പച്ച രക്തവും. എന്ത് കഷ്ടമായി ഇതിനൊക്കെ ഓശാന പാടുന്ന, ഇതൊക്കെ അംഗീകരിച്ച് നടക്കുന്ന ഈ തലച്ചോറ് പണയം വെച്ച ക്രിസ്ത്യാനികളെ പറ്റി എനിക്ക് സഹതാപമുള്ളൂ. ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത നഷ്ടബോധമല്ല, ഒരു നിരാശയല്ല. ക്രിസ്ത്യാനി കുടുംബത്തിൽ ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ചു പോയല്ലോ എന്നുള്ള അപകർഷതാബോധം എനിക്കുണ്ട്. എനിക്കൊരിക്കലും ഒരു ക്രിസ്ത്യാനിയാണെന്ന് തലയുയർത്തി എന്ന് പറയാൻ പറ്റില്ല. അയ്യോ, ക്രിസ്ത്യാനി അന്ധവിശ്വാസത്തിൻ്റെ ഈ പണ്ട് ഇവിടെ വാരണാസി കാശിയിലൊക്കെ ഉണ്ട്, ഒരു അഘോരി ബ്രാഹ്മിൺസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചുടല ശിവൻ്റെ അനുയായികളാണത്. ശിവൻ ഒത്തിരി രൂപങ്ങളുണ്ടായിരുന്നല്ലോ. ഇവിടെ പറശ്ശിനിക്കടവിൽ കള്ള് കട്ട് കുടിച്ച് നാട്ടുകാർ പിടിച്ചൊരു ശിവനുണ്ട്. ഇവിടെ ഉണ്ട് ഇവർ അഘോരി ബ്രാഹ്മിൺസ്. ഈ ചുടല ശിവന് ഭക്ഷണം കിട്ടാനൊന്നും വഴിയില്ല, ഭാര്യ മക്കളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വിശക്കുമ്പോൾ ഈ പകുതി വെന്ത ശവം അതിന് കുറച്ച് മാംസം എടുത്ത് കഴിക്കുമായിരുന്നു. അങ്ങനെ പുള്ളി വിശപ്പടക്കേണ്ടിരുന്നത്. അയാളുടെ അനുയായികളായി അഘോരികൾ ഇപ്പോഴും ശ്മശാനത്തിൽ ഈ ദഹിപ്പിക്കാനിട്ടിരിക്കുന്ന മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ പ്രതീകാത്മകമായിട്ട്, വയറ് നിറയ്ക്കാനല്ല, വിശപ്പിനല്ല, പ്രതീകാത്മകമായിട്ട് ഇപ്പോഴും കഴിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കുർബാന ഇത് കഴിക്കുന്നത് പോലെ തന്നെ ഞാനൊരു യോഗത്തിൽ ഇതിങ്ങനെയുള്ള നികൃഷ്ടമായ ആചാരങ്ങൾ ഒരു മനുഷ്യന് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത ആചാരങ്ങളാണ്. മുഴുവൻ ഈ ലോകത്തെ നരകതുല്യമാക്കിയ ക്രിസ്തുമതം അവരുടെ ആചാരങ്ങളുടെ കൂടെ കൂട്ടക്കൊലകൾ നടത്തി ലോകത്തെയും നരകമാക്കി മാറ്റി. അതാണ് സംഭവിച്ചത്. ഇവർക്ക് എന്തെങ്കിലും നല്ല ബുദ്ധി കിട്ടുമോ? ഫ്രാൻസിസ് പാപ്പ പല കാര്യങ്ങളോടൊന്ന് കൽപ്പന പോയി ഇവർ പുല്ലുപോലെയാണ് കണക്കാക്കുന്നത്. ഞാനൊരു വൈദിക ശ്രേഷ്ഠനുമായിട്ട് സംസാരിച്ചു. പോപ്പ് പറഞ്ഞല്ലോ കുർബാനയ്ക്ക് കൂതാശകൾക്ക് പൈസ വാങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ലേ, ഇതിനി വാങ്ങാൻ പാടില്ലല്ലോ. അയാൾക്ക് അവിടെ ഇരുന്ന് അതൊക്കെ പറയാം, ഞങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു. അയാളെ പുല്ലുപോലെ അവർ കണക്കാക്കുന്നത്. അയാളൊരു വെറും ഒപ്പിടുന്ന, അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ വാചകം അടിക്കുന്ന ഒരു ഉള്ളിപ്പോഴൊന്ന് പ്രൊജക്റ്റ് ചെയ്യും. ഒരു കഥനാളും ഒരു മെത്രാനും ഒരു വൈദികനും അങ്ങനെ അംഗീകരിക്കുന്നില്ല. അതൊരു സത്യമാണ്. ഇതെല്ലാം വെറും പുറം പൂച്ചാണ്. അങ്ങനെ അവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയും. ഇത് നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരും. ഇവരൊക്കെ ആ രണ്ടാം വത്തിക്കാൻ സുന്നതത്തിൻ്റെ കാര്യമൊക്കെ പിന്നെ അതൊക്കെ പോട്ടെ, അതൊരു വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പോപ്പിനെ അവർ പുല്ല് പോലെ കണക്കാക്കി. ഒരു വൈദികനും ലോഹയിട്ടവനും പോപ്പിനെ ബഹുമാനിക്കുന്നില്ല. ഒരു മെത്രാനും പോപ്പ് അവിടെ നിന്ന് ഈ പൈസ കിട്ടണം. അതിനുവേണ്ടി ഇവരവിടെ സൂനദോസ അത് തിന്നടെന്നൊക്കെ പറഞ്ഞ് പോകും, വരും, സന്ദർശനം നടത്തും. പിന്നെ നല്ലോണം കൂടുതൽ പൈസ കൊടുത്താൽ ചിലപ്പം വൈദികൻ കയറി നേരിട്ട് കർദിനാളോ ഈയിടെ ചങ്ങനാശ്ശേരിക്കാരൻ്റെ കർദിനാളായിട്ടുണ്ട്. അല്ലെങ്കിൽ മെത്രാനാകണോ, അത് വേണം, ഇത് വേണം, ഒത്തിരി ചടങ്ങുകളുണ്ടായിരുന്നു. ഇത് ലോട്ടറി അടിച്ച പോലെ ആയൊക്കെ. കാരണം വത്തിക്കാനിൽ അതുപോലെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്രാമ്പിക്കലെന്ന് പറഞ്ഞൊരുത്തരും മെത്രാനായി. ഇങ്ങനെ ഇവിടെ മെത്രാൻ സ്നാനമോഹികൾ ഒരുപാടുണ്ടായിരുന്നു. അവരെയൊക്കെ കടത്തി വെട്ടി അവരെ അവിടെ പോയി സ്വാധീനിച്ചു. സ്വാധീനം കൊണ്ടോ പണം കൊണ്ടോ മേടിച്ചെടുത്ത പോസ്റ്റുകളാണ് അതൊക്കെ. അവരങ്ങനെ ഇതൊക്കെ അംഗീകരിച്ച് പോകുന്ന അവരുടെ മോതിരമുത്തം നടക്കുന്ന ക്രിസ്ത്യാനിയോട് എനിക്ക് പുച്ഛമാണ്, പരമ പുച്ഛമാണ്. മഹാ കഷ്ടമെന്ന് എനിക്ക് പറയാനുള്ളൂ.